സ്കൂൾ മാനേജ്മെന്റിനോട് KSEB ഒരു റിക്വസ്റ്റ് വെച്ചിരുന്നു. ഒരു പോസ്റ്റ് കൂടി സ്ഥാപിക്കേണ്ടി വരും. ആ പോസ്റ്റ് സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ആലോചിക്കാം എന്ന് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് KSEBക്ക് തിരിച്ചു മറുപടിയും നൽകി. ഈ പ്രക്രിയക്കിടയ്ക്കാണ് ഒരു കുഞ്ഞ് ജീവൻ ഇല്ലാതായി പോയത്. ഇത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ അതിന് മുമ്പത്തെ ആഴ്ചയോ ഉണ്ടായ പ്രശ്നമാണെന്ന് നമുക്ക് കരുതാം. അല്ല, ഇത് എത്രയോ കാലമായി അവിടുത്തെ പ്രശ്നം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ മാനേജ്മെന്റ് സ്കൂളുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉത്തരവാദിത്വം മാനേജ്മെന്റുകൾക്കാണ്. അത് അവർക്ക് പൂർണ്ണമായും നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന വലിയ പ്രശ്നമുണ്ട്. അധ്യാപകരെ നിയമിക്കാൻ പൈസ വാങ്ങുന്നതിന് അപ്പുറത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഓഡിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ നിശ്ചിതമായ വിമർശനത്തിനും വിചാരണയ്ക്കും വിധേയമാവണ്ടേ? തീർച്ചയായിട്ടും അഭിലാഷ്, ഇപ്പൊ നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം, ഈ ഇതിലെ കുറ്റക്കാരാരാണ്, യഥാർത്ഥത്തിൽ ആരാണ് ഇതിൽ കറക്ഷൻ വരുത്തേണ്ടിയിരുന്നത്, സിസ്റ്റത്തിന് ഫെയിലിയർ ആണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ കോൺക്രീറ്റ് ആയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഒന്നാമതായി സ്കൂൾ മാനേജ്മെന്റ് ആണ്. ഈ സ്കൂൾ മാനേജ്മെന്റ് CPM മാനേജ്മെന്റ് അല്ല എന്നവരുടെ പ്രസ്താവന നടന്നു. ഞാൻ മനസ്സിലാക്കുന്നത് തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ അത് CPM ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ നിയന്ത്രണത്തിൽ വരുന്ന, അവരുടെ മോണിറ്ററിംഗിൽ വരുന്ന ഒരു സ്കൂൾ ആണെന്നാണ്. എന്തായാലും അവർ അങ്ങനെ അല്ല എന്ന് ഔദ്യോഗികമായി പ്രസ്താവിച്ചെങ്കിലും ശരിയാണ്, CPM മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു മാനേജ്മെന്റ് ഇല്ല, പക്ഷെ അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തോ ആകട്ടെ, പക്ഷെ അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറഞ്ഞതുപോലെ ഈ പോസ്റ്റ് ഇടണമെന്ന് പറഞ്ഞു, അതിനെ സംബന്ധിച്ച് ആലോചിക്കാമെന്ന് പറയുന്നു, പിന്നെ വീണ്ടും നീണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ ഒച്ചിഴയുന്ന വേഗത്തിൽ എടുക്കേണ്ട കാര്യം, നമ്മൾ സ്കൂൾ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണം എന്ന് സാധാരണഗതിയിൽ ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ പറയാറുണ്ട്. അവിടെ മഴക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന മുൻകൂട്ടി കാണണം. അതാണല്ലോ നമ്മളിപ്പോ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമല്ലല്ലോ എന്തൊക്കെയാണ് അവിടെ പൊളിഞ്ഞു വീഴാൻ പോകുന്നത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രതികൂലമായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കണ്ട് തടയുമ്പോഴാണ് അതിലൊരു പ്രതിരോധം വരുന്നത്. അപ്പൊ ആ ഉത്തരവാദിത്വം അവിടെയാണ് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഈ മാനേജ്മെന്റിന്റെയും അതിന്റെ ഈ ഫിറ്റ്നസ് കൊടുത്തവരുടെയും അതുപോലെ തന്നെ KSEBയുടെയും എല്ലാവർക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. KSEB അവർ ഒരു യൂഷ്വൽ ഫോർമുല അനുസരിച്ച് അവർ അവരുടെ ശ്രദ്ധ വരുമ്പോൾ കൊടുക്കുന്നു, ഒരു കടലാസ് കൊടുക്കുന്നു. അപ്പൊ അത് കടലാസിന്റെ രൂപത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ, നടപടികളിലേക്ക് വരുന്നില്ല. നടപടികളിലേക്ക് വരും എപ്പോൾ, ആഴ്ചകളും മാസങ്ങളും കഴിയും. പക്ഷെ ഇത് മാസങ്ങളായി വർഷങ്ങളായി ഒരു ഇരുമ്പ് ഷെഡ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് ആരുടെയും ശ്രദ്ധയിൽ വന്നില്ല? എന്തുകൊണ്ട് അതിന്റെ അപകടം തിരിച്ചറിഞ്ഞപ്പോൾ മാത്രം പോരാ, അതനുസരിച്ച് കറക്ഷൻ നടപടിയും വേണം. അപ്പൊ അതൊന്നും സ്കൂൾ മാനേജ്മെന്റ് ചെയ്തില്ല. അവിടെ ഈ സുരക്ഷ ഉറപ്പാക്കേണ്ട ആളുകൾ ചെയ്തില്ല. ഈ സ്കൂളിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നു എന്ന് പറയുന്ന പഞ്ചായത്ത് ചെയ്തില്ല, അവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്തില്ല. നേരത്തെ ഇവിടെ പറഞ്ഞ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് പ്രതികളാണ്. അങ്ങനെ പറഞ്ഞാൽ ധാർമ്മികമായി ഉത്തരവാദിത്വം നമ്മൾ എടുക്കുകയാണെങ്കിൽ PTA പ്രസിഡന്റിന് ഉത്തരവാദിത്തം ഇല്ലേ, മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് ഉത്തരവാദിത്തം ഇല്ലേ? അപ്പൊ അവരുടെ ഉത്തരവാദിത്തം അവർക്ക് ഒഴിയാനാവില്ല. അത് തീർച്ചയായിട്ടും അതെ. മറുഭാഗത്ത് ഗവൺമെന്റ് ഇത്തരം ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കുന്ന തുക എത്രയാണ്? എത്രയോ തുച്ഛമായ തുക. പലപ്പോഴും ഇപ്പോ ഉച്ചഭക്ഷണത്തിന് പോലും പ്രഥമാധ്യാപകർ ഫണ്ട് പിരിച്ച് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന നൂറുകണക്കിന് പൊതുവിദ്യാലയങ്ങൾ, ആയിരക്കണക്കിന് പൊതുവിദ്യാലയങ്ങളുണ്ട്. സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല. 7 രൂപ മാത്രമാണ് ഇപ്പൊ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലും സമയത്ത് കിട്ടാറില്ല, മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ പൊതുവിദ്യാഭ്യാസത്തിന്റെ സംരക്ഷകർ എന്ന് പറയുന്ന ആളുകൾ അവിടെ പാചക തൊഴിലാളികളെ, ജീവനക്കാരെ നിയോഗിക്കുന്നില്ല, അവർക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നില്ല. അതുപോലെ സ്കൂൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് സ്കൂൾ ഡെവലപ്മെന്റ് ഫണ്ടൊക്കെ ഉണ്ട്. പല എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ച് അതുണ്ട്, അവരത് കളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ അത് അവര് ഉപയോഗിക്കുന്നുണ്ടോ? അതിനപ്പുറം ഗവൺമെന്റ് അതിനാവശ്യമായ ഫണ്ട് അഡീഷണൽ ആയിട്ട് നൽകുന്നുണ്ടോ? അല്ലെങ്കിൽ ആവശ്യമായ സ്ഥലങ്ങൾ എല്ലായിടത്തും സർക്കാർ സ്കൂളിനെ സംബന്ധിച്ച് നിർബന്ധമായിട്ട് നൽകണം, എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ച് നൽകണം. കാരണം അതും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അപ്പൊ ആ സ്ഥാപനങ്ങളിൽ അവർക്ക് ഇപ്പൊ പലപ്പോഴും PTA എന്ന് പറയുന്നത് ഈ സ്കൂൾ വികസന സമിതികൾ ഫണ്ട് പിരിച്ച് അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിപ്പോകുന്ന സ്ഥാപനങ്ങളാണ്. അപ്പൊ അതിൽ സാമ്പത്തിക വശവുണ്ട്. ഞാൻ അതുകൂടി സൂചിപ്പിച്ചത് മാത്രം. ഇതെല്ലാം കൂടി ചേരുന്ന ഇതിന്റെ എല്ലാ വശങ്ങളെയും സംബന്ധിച്ച് ഒരു പുനരാലോചനയ്ക്ക് ഇനി ഒരു മിഥുനം ഉണ്ടാകാതിരിക്കാൻ കേരളം പോലൊരു നാട്ടിൽ കേരള മോഡൽ വിദ്യാഭ്യാസം എന്ന് നമ്മൾ എക്കാലവും അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നത് അത് ഉള്ളടക്കത്തിലും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിലും അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ വെക്കുന്നതിലും അതിന്റെ മാനേജ്മെന്റിലും ഇതെല്ലാം കൂടി ചേർന്നാണ്. അതിന്റെ ഒരു സമഗ്രതയിലാണ് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിനെ കണ്ടത്. അതിൽ ഗൗരവപൂർണമായ ചില ചോദ്യങ്ങൾ ഉയരുകയാണ്.